സംസ്ഥാന ബി.ജെ.പിയിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ടോ? ഒറ്റ വാക്കിൽ പറയാം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു തട്ടിപ്പും നടന്നിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് പരസ്യമായി നിഷേധിക്കുമ്പോഴും രഹസ്യമായ ഒരു അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് ബി.ജെ.പി. ഇപ്പം ഞാൻ വൈസ് പ്രസിഡന്റ് പാർട്ടിയുടെ ഒരു കോറത്തിലും ഇത്തരം ഒരു കാര്യം ചർച്ചയ്ക്ക് വരുമോ എൻ്റെ അറിവിലോ ഇല്ല. മെസ്സി ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കാത്തിരുന്നിരുന്നു. അതിന് കായിക മന്ത്രാലയം കൂടി കൂട്ടുനിന്നു എന്ന തരത്തിൽ ഇപ്പോൾ പുതിയ സർക്കാർ വന്നപ്പോൾ അതിന് റിപ്പോർട്ടൊക്കെ വെച്ചിരിക്കുകയാണ്. ബി.ജെ.പിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായി ഞാൻ ബി.ജെ.പി പ്രതികരിച്ച് ഇതിന് പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമസ്കാരം. സംസ്ഥാന ബി.ജെ.പിയിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങളും പ്രതികരണങ്ങളും ഉയരുന്നുണ്ട്. ഇത് നേതൃത്വത്തെ കടുത്ത ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കരകയറാൻ എന്ത് നടപടികളായിരിക്കും നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ചേരുകയാണ് ബിയോണ്ട് ദ ഹെഡ്ലൈൻസിൽ ഈ സമയം. ഷോൺ, നമസ്കാരം. കുറേ നാളുകളായി, കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്നുണ്ട് ഇങ്ങനൊരു ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച്. എൻ്റെ ഒരു സംശയം ചോദിക്കുകയാണ് ഞാൻ ആദ്യം തന്നെ. സംസ്ഥാന ബി.ജെ.പിയിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ടോ? ഒറ്റ വാക്കിൽ പറയാം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു തട്ടിപ്പും നടന്നിട്ടില്ല. പക്ഷെ അതിന് കൃത്യമായൊരു എനിക്ക് അനുഭവം കൊണ്ട് ഞാൻ പറയട്ടെ. മുൻകാലങ്ങളിൽ നിന്നും ബി.ജെ.പി ഇത്രയേറെ ചർച്ചയാകുന്നതും ബി.ജെ.പിയിലെ ഉള്ളിലെ വിഷയങ്ങളെന്ന നിലയിൽ പ്രചരിക്കുന്നതും ഇത്തരം കാര്യങ്ങൾ എപ്പോഴാണ് തുടങ്ങിയത്? കേരള നിയമസഭയിൽ ബി.ജെ.പിക്ക് 3 MLA-മാരുണ്ടായി. അവിടെ തുടങ്ങിയതാണ്. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയം CPM അതീവ ദുർബലമായ അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. CPM-ൻ്റെ പാർട്ടിയാണെങ്കിൽ നല്ലൊരു ശതമാനം ബി.ജെ.പിയിലേക്ക് ചേക്കേറുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ എന്തു വിധേനയും ബി.ജെ.പി തകർക്കണം. ഇത് എനിക്ക് വ്യക്തിപരമായി എനിക്കിത് നല്ല അനുഭവമുള്ളൊരു മനുഷ്യനാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടന്നു. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി അഞ്ജന രഞ്ജിത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം പാങ്ങപ്പാറ രാജീവ്, തിരുവനന്തപുരം മേഖലാ സെക്രട്ടറി പള്ളിപ്പുറം വിജയകുമാർ, ഇവരെയൊക്കെ ബി.ജെ.പി അച്ചടക്ക സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ എല്ലാവിധ സംഘടനാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതെന്തിനാണ്? ആര് പറഞ്ഞു? ഞങ്ങളൊക്കെ കണ്ടതല്ലേ. എവിടെ മാറ്റി നിർത്തി? ഒന്ന് കാണിച്ചു തരാമോ? എവിടെ മാറ്റി നിർത്തി? ഒരു കാര്യം പറയാം. അപ്പം നാളെ അമൃത ടിവിയുടെ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം മാധ്യമങ്ങൾക്ക് അയച്ച ഒരു പ്രസ്താവന ലിസ്റ്റ് ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ഞാനിത് കണ്ടത്. ആ പ്രസ്താവന ലിസ്റ്റ് ഒഫീഷ്യലായിട്ട് ആർക്കും ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം കൊടുത്തിട്ടില്ല. ഇറങ്ങി എന്ന് പറഞ്ഞ മാധ്യമങ്ങളെ കിട്ടിയത് അത് ഏതോ DTP സെന്ററിൽ ഉണ്ടാക്കിയതാണ്. 2, ഒരു കാര്യം കൃത്യമായിട്ട് പറയാം. എനിക്കെതിരെ നാളെ ഒരു പരാതി നിങ്ങൾ ആരെങ്കിലും കൊടുത്തോളൂ, തീർച്ചയായിട്ടും എന്നോട് അതിൻ്റെ വിശദീകരണം ചോദിക്കുക. പാർട്ടിയുടെ സിസ്റ്റമാണ് അത്. പാർട്ടിക്കകത്ത് ആരോപണം ഉണ്ടായാലും ഒരു പരാതി, ഒരു ആർക്കെതിരെ പരാതികളുണ്ടാകും. എനിക്കെതിരെ പരാതികളുണ്ടാകും. ഇപ്പോൾ ഞാൻ ഒരു പാർട്ടിയുടെ ഒരു ഭാരവാഹിയെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് ഞാൻ ചീത്ത വിളിച്ചു എന്നൊരു പരാതി വന്നു. ഞാൻ ശരിക്കും ചീത്ത വിളിക്കല്ല ചെയ്തത്, അദ്ദേഹത്തോട് ചില കടുപ്പത്തിൽ കാര്യം പറയുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്കെതിരെ പരാതി വന്നു. അടുത്ത സെക്കൻഡിൽ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് എന്നെ വിളിച്ച് പിന്നെ ഒരു വിശദീകരണം ചോദിച്ചു. ഞാൻ അതിന് വിശദീകരണം കൊടുത്തു. ആ വിശദീകരണം തൃപ്തിയല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്കെതിരെ അടുത്ത നടപടി വരും. ഞാനങ്ങനെ ചെയ്യാൻ പാടില്ല. എൻ്റെ വിശദീകരണം തൃപ്തിയാണ്, ഞാൻ തെളിവുകളും കൊടുത്തു. അപ്പോൾ ബി.ജെ.പിയുടെ സിസ്റ്റത്തിൽ ആര് പരാതി, അത് ഏത് പാർട്ടി പ്രവർത്തകനോ പാർട്ടി അനുഭാവിയോ പാർട്ടിയെ പുറത്തുനിന്ന് കാണുന്ന ആളാണെങ്കിൽ ഒരു പരാതി കിട്ടിയാൽ ബി.ജെ.പിയിൽ തീർച്ചയായിട്ടും അത് സംബന്ധിച്ച് ഏത് ഭാരവാഹിയുടെ വിശദീകരണം ചോദിക്കും. ആ പ്രസ്താവന എന്ന് പറയുന്നത്, ആ ലെറ്റർ ഫേക്ക് ആണെന്ന് താങ്കൾ പറയുന്നു. ശരി, അങ്ങനെ ആയിരിക്കാം. എനിക്കത് കൂടുതൽ കണ്ടതാണ്. ഒരു സംശയം വേണ്ട, നിങ്ങൾ കണ്ട ലെറ്റർ ഞങ്ങളുടെ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ആ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടത് ഫേക്കും കമ്മ്യൂണിക്കേഷൻസ് അല്ലാതെ നടന്നിട്ടുണ്ടാകാം. ശരി, അത് പ്രസിഡന്റ് തീരുമാനിക്കുന്ന കാര്യം. വൈസ് പ്രസിഡന്റ് പറയുന്നത് ഞാൻ മാനിക്കുകയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് പരസ്യമായി നിഷേധിക്കുമ്പോഴും രഹസ്യമായ ഒരു അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് ബി.ജെ.പി. കുമ്മനം രാജശേഖരനും ജേക്കബ് തോമസും അടങ്ങിയ അച്ചടക്ക സമിതി ആരോപണ വിധേയരായ നേതാക്കളെ മൊഴി രേഖപ്പെടുത്തി. അതറിഞ്ഞില്ലേ? അല്ല, ഇത് പാർട്ടിയിൽ ഇപ്പം ഞാൻ വൈസ് പ്രസിഡന്റ് പാർട്ടിയുടെ ഒരു കോറത്തിലും ഇത്തരം ഒരു കാര്യം ചർച്ചയ്ക്ക് വരുമോ എൻ്റെ അറിവിലോ ഇല്ല. ഇതൊക്കെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന കാര്യങ്ങളായിരിക്കാം, ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷേ ഒരു കാര്യം പറയാമല്ലോ, പാർട്ടിയുടെ മുഴുവൻ സ്ഥലങ്ങളിലും അത് എല്ലാ നിയോജകമണ്ഡലത്തിലും 10 രൂപയുടെ വരെ കണക്ക് വളരെ കൃത്യമായി എഴുതി വാങ്ങിച്ചിട്ടുണ്ട് എല്ലായിടത്തും. അത് എവിടെ എങ്ങനെ ചെലവഴിച്ചു എല്ലായിടത്തും അറിയാം.
അത് അതിൽ സ്വാഭാവികമായിട്ടും ഏറ്റക്കുറച്ചിലുകളുണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇതൊരു വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, ആരോപണങ്ങളുണ്ടാകാം. ഇതൊക്കെ പാർട്ടി കൃത്യമായി വിലയിരുത്തും. എല്ലാ നിയോജകമണ്ഡല അടിസ്ഥാനത്തിലും കേരളത്തിലെ 140 നിയോജകമണ്ഡലത്തിലും അത് വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ വിലയിരുത്തൽ തുടരുന്നുമുണ്ട്. അത് ഇത് മാത്രം എന്നറിയോ, സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നും വളരെ കൃത്യമായി ഓരോ രൂപയുടെയും ചെലവഴിക്കുന്നത് സംബന്ധിച്ച് കൃത്യമായ കണക്ക് സെൻട്രൽ കമ്മിറ്റിക്ക് ഫസ്റ്റ് റൗണ്ട് കണക്ക് ബോധ്യപ്പെടുത്തി ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് പണം കൈകാര്യം ചെയ്തതിനും ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിനെ കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തിയതിനും BJPയുടെ ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിനെ അഭിനന്ദിക്കുകയുണ്ടായി ഇതിനിടയ്ക്ക്. ശരി, ഈ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷയമായത് പൂഞ്ഞാറിലെ BJP സ്ഥാനാർത്ഥിയായിരുന്ന PC ജോർജ്, താങ്കളുടെ പിതാവ്, മുൻപ് നടത്തിയ ഒരു പ്രസംഗം. അത് പുറത്തു വന്നതാണ് വീണ്ടും ഈ വിഷയത്തിലേക്ക് ഞങ്ങളൊക്കെ കടക്കാൻ കാരണമായത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങളുണ്ടായി. അതൊന്ന് ഒതുങ്ങി നിന്ന സമയത്താണ് വീണ്ടും PC ജോർജിൻ്റെ പ്രസംഗം പുറത്തു വരുന്നത്. മാസങ്ങൾക്ക് മുമ്പ് എരുമേലിയിൽ നടന്ന ഒരു BJP യോഗത്തിലാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഞങ്ങളുടെ ഔദ്യോഗിക ഭാരവാഹികൾ മാത്രം പങ്കെടുത്ത യോഗത്തിൽ സ്വാഭാവികമായ ഒരു പാർട്ടി നേതാവിന്, അദ്ദേഹം പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമാണ്, അത് അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്നു, അദ്ദേഹത്തിന് പാർട്ടിയുടെ ഞാനും അദ്ദേഹത്തെ ഈ പ്രസംഗത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. അദ്ദേഹത്തിന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ പ്രസംഗത്തിന് ശേഷം പിറ്റേ ദിവസം ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഭാരവാഹികളും അദ്ദേഹത്തിന് മുമ്പിൽ വരികയും അദ്ദേഹത്തോട് ആരോ പറഞ്ഞു, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എന്ന് കേട്ടാൽ അപ്പോഴേ പുള്ളി വാളെടുക്കുന്ന ആളാണ്. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളും ചെലവഴിച്ച കാര്യങ്ങളും തുക ചെലവഴിച്ച എത്ര ഇതാണെന്നും ഒക്കെ വളരെ കൃത്യമായി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. അദ്ദേഹം അത് ബോധ്യപ്പെടുത്തി. അദ്ദേഹത്തിനൊരു പരാതി ഉണ്ടെങ്കിൽ പാർട്ടി കമ്മിറ്റി പറഞ്ഞ് നടപടി ഉണ്ടായില്ലെങ്കിൽ അദ്ദേഹം ഏത് രീതി പ്രതികരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നലെ അദ്ദേഹം നിങ്ങൾ ഈ പരാതിയായിട്ട് ചെന്നു, അദ്ദേഹം എന്താ പ്രതികരിച്ചത്, എന്താ പറഞ്ഞ്, എനിക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു, അതെൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു, അത് വളരെ കൃത്യമായി എനിക്ക് 1 രൂപയുടെ കണക്ക് സഹിതം എന്നെ അവർ ബോധ്യപ്പെടുത്തി, എനിക്കൊരു പരാതിയുമില്ല. അതേക്കുള്ള എന്താ പറയാൻ? ഇനി ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ചുമന്നുകൊണ്ട് നടക്കേണ്ടത് ഇവിടെ കുറേ ആളുകൾ ആവശ്യമാണ്. നേരിട്ടോ അല്ലാതെയോ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഇവിടുത്തെ മാധ്യമങ്ങൾ അതിന് ഇരയാകുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ, കാരണം BJP ഫ്രണ്ട് ഫുഡിലേക്കായി BJP മുഖ്യ പ്രതിപക്ഷമായി മാറുന്നു. വേണ്ടത് ഈ കഴിഞ്ഞ 3 മാസത്തെ പെർഫോമൻസ് എടുത്ത് നോക്കൂ. BJP മാത്രമേ ഇവിടെ ഇഷ്യൂസ് ഏറ്റെടുത്തിട്ടുള്ളൂ. BJP മാത്രമേ ഇവിടെ VD സതീശൻ എന്ന കള്ള നാണയത്തെ തുറന്നു കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഇവിടെ BJP മാത്രമേ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ തയ്യാറായിട്ടുള്ളൂ. ജനങ്ങളെ വഞ്ചിക്കുന്ന വാഗ്ദാനങ്ങൾ UDF നടത്തിയതിനെ തുറന്നു കാണിക്കാൻ BJPക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ കേരളത്തിൻ്റെ തീരദേശത്തെ കരിമണൽ കൊള്ള ചെയ്യാൻ പ്രൈവറ്റ് കമ്പനിയുമായി കരാറ് ചെയ്തപ്പോൾ അതിനെ തുറന്നു കാണിക്കാൻ BJPക്കേ പറ്റുള്ളൂ. വഖഫ് ഭേദഗതി നിയമത്തിൽ വന്നിട്ടുള്ള നിയമത്തിനെതിരെ വഖഫ് ബോർഡ് അനധികൃതമായി പെരുമാറിയപ്പോൾ അതിനെ സസ്പെൻഡ് ചെയ്യാൻ BJPക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ. കേരളത്തെ ബാധിക്കുന്ന വലുതും ചെറുതുമായ ഓരോ വിഷയങ്ങളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് BJP മുമ്പോട്ട് പോയപ്പോൾ ഇവിടെ റാഡിക്കലായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളെയും മാധ്യമങ്ങളെയും വിലക്കെടുത്തുകൊണ്ട്, അതും വിലക്കെടുക്കാൻ കഴിയുന്ന ചില മാധ്യമങ്ങൾ, കാരണം തീവെട്ടിക്കൊള്ളയും പിടിച്ചുപറിയുമൊക്കെയായി നടക്കുന്ന ചില ചാനലുകൾ, അതിൻ്റെ പണം കൊണ്ട് ചാനൽ തുടങ്ങിയ ആളുകളെയൊക്കെ വിലക്കെടുത്തുകൊണ്ട് BJPക്കെതിരെ നിരന്തരമായി ആരോപണം ഉന്നയിക്കുന്നു. ഒരു കാര്യം തീർത്തു പറയാം, തീവെട്ടിക്കൊള്ളക്കാരെല്ലാം കൃത്യമായ നിരീക്ഷണത്തിലാണ്. അതിനെതിരെയൊക്കെ കൃത്യമായ പരാതികളുണ്ടാവും. ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ നടന്നു എന്നൊക്കെ ഉള്ളത് പുറത്തു വരും, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന BJPയുടെ വളർച്ചയെ തടയിടാൻ വേണ്ടി അതിന് കൂട്ടുനിൽക്കുന്ന മാധ്യമങ്ങൾ, പണം വാങ്ങി കൂട്ടുനിൽക്കുന്ന മാധ്യമങ്ങൾ, അതാരാണെങ്കിലും വാങ്ങിക്കുന്ന പണത്തിൻ്റെ സോഴ്സ് അറിഞ്ഞേ വാങ്ങിക്കാവൂ. കാരണം ആ പണം ഈ രാജ്യവിരുദ്ധമായ പണമാണ് എന്നുള്ള കാര്യം മാധ്യമങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഈ മാധ്യമങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്, നമ്മളിപ്പോൾ ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് എങ്കിലും ഞാൻ വിഷയം മാറ്റിപ്പിടിക്കുകയാണ്. മാധ്യമങ്ങളെ പറഞ്ഞപ്പോൾ ഒരു മാധ്യമ സ്ഥാപനമാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മെസ്സി ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് ഈ നമ്മുടെ സംസ്ഥാനത്തെ ഫുട്ബോൾ ആരാധകരെയൊക്കെ ആവേശത്തിമർപ്പിലാക്കിയത്. അറിയാമല്ലോ, നമ്മുടെ ഇവിടെ മെസ്സി ആരാധകർ ഏറെ ഉള്ളതാണ്. അവരൊക്കെ വലിയ ആവേശത്തിലായിരുന്നു. മെസ്സി ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കാത്തിരുന്നിരുന്നു.
അതിന് കായിക മന്ത്രാലയം കൂടി കൂട്ടുനിന്നു എന്ന തരത്തിൽ ഇപ്പോൾ പുതിയ സർക്കാർ വന്നപ്പോൾ അതിൻ്റെ റിപ്പോർട്ടൊക്കെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതൊരു അന്വേഷണത്തിലേക്കൊക്കെ പോവാതിരിക്കില്ല. അത് എപ്പോൾ എന്ത് എന്ന് തന്നെയാണ്. ബി ജെ പിയുടെ ഒരു നിലപാട് എന്താണ്? ഒരു കേന്ദ്ര ഏജൻസികൾ തന്നെയാണ് ആ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തേണ്ടത്. അതിലേക്കൊക്കെ എങ്ങനെയായിരിക്കും ബി ജെ പി ഈ വരുന്ന ആഴ്ച തന്നെ വിത്തിൻ 2-3 days കേന്ദ്ര ഏജൻസികളുടെ ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായി ഞാൻ ബി ജെ പി പ്രതികരിച്ച് ഇതിന് പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇത് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ പോളിസികളെ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള പണത്തിൻ്റെ സോഴ്സിനെ സംബന്ധിച്ച് അവ്യക്തതയുണ്ട്. ഇപ്പോൾ ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഈ കരാറിൽ ഏർപ്പെട്ടത്. ആ കമ്പനിക്ക് യാതൊരു മൂലധനവും ഇല്ലാത്തൊരു കമ്പനിയാണ്. ആ കമ്പനിക്ക് പണം എവിടെ നിന്ന് എത്തിയ പണത്തിൻ്റെ സോഴ്സ് എന്താണ്? മാത്രമല്ല ഫുട്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അനുമതി ഇല്ലാതെ, ഫിഫയുടെ അനുമതി ഇല്ലാതെ ഇത്തരത്തിലുള്ള കരാറിൽ ഏർപ്പെടാൻ ഒരു രാജ്യങ്ങൾക്കും കഴിയില്ല. ടോട്ടലി ഞാൻ സംശയിക്കുന്നു ഇത് ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇവിടുന്ന് പണം വിദേശത്തേക്ക് കടത്തുവാൻ നടത്തിയ ഒരു ഗൂഢശ്രമത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ ഫിഫ വിവാദം. അല്ലെങ്കിൽ മെസ്സിയെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞതുപോലും വളരെ ഫേക്കായിട്ട്, കാരണം ഇങ്ങനെ ഒരു കഥയുണ്ടാക്കി ഒരു പത്രസമ്മേളനം നടത്തിയാൽ 10, 500, 1000 കോടി രൂപ വിദേശത്തേക്ക് കടത്താൻ കഴിയും. അവസാനം ഇതൊരു ഫേക്കായിട്ട് അല്ലെങ്കിൽ അവരുമായിട്ടൊരു കേസും ഒരു ആർബിട്രേഷനും വെച്ച് ഈ വിഷയം തീർത്താൽ ഇത്രയും പണം വിദേശത്തേക്ക് കടക്കാൻ കഴിയും. ഇത് വിദേശത്തേക്ക് ഇവിടുന്ന് കള്ളപ്പണം, അത് ആരുടെ കള്ളപ്പണം എന്നൊക്കെ ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം തീരുമാനിച്ചു, ഈ വിഷയത്തിൽ പരാതി കൊടുക്കുവാനും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടാനും ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ച വിവരം അറിയിക്കുന്നു. അതിൽ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, ഈ വിഷയം ഫോറിൻ എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള ആക്ടിൻ്റെ വയലേഷനാണ്, ഫെമയുടെ വയലേഷനാണ്. അതുകൊണ്ട് തന്നെ അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഏജൻസികളാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ കാണിക്കുന്ന ഈ കേസിന് വിഷയത്തിൽ കാണിക്കുന്ന അന്വേഷണവും അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തകളും ആത്മാർത്ഥതയോടുകൂടിയാണെങ്കിൽ ഞങ്ങൾ പരാതി കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങേക്ക് തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടാം. അത് സംസ്ഥാന സർക്കാർ അത് ചെയ്യണം എന്നാണ് BJP ആവശ്യപ്പെടുന്നത്. അപ്പോഴും എനിക്കൊരു സംശയം വരുന്നത്, സംസ്ഥാനത്തെ പുതിയ സർക്കാർ വരേണ്ടിയിരുന്നോ ഈ തട്ടിപ്പ്, ഇതിൻ്റെ ഉൾക്കള്ളികളൊക്കെ പുറത്തു വരാൻ, അങ്ങനെ ഒരു റിപ്പോർട്ട് വരാൻ? ഇവിടെ കേന്ദ്ര ഇപ്പോൾ ഫിഫയെ ഒന്നും അറിയിക്കാതെയാണ് എന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളൊന്നും അന്ന് BJPയുടെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടതേയില്ലേ? അറിയുന്നില്ല. പിന്നെ ഒരു സ്പോൺസറെ അങ്ങ് തീരുമാനിക്കുകയാണ്, ടെൻഡർ പോലും വിളിക്കാതെയാണ് സ്പോൺസറെ. ആരുടെ അനുമതിയോടെയാണ് അത് നടന്നത്? അന്നൊന്നും ഇവിടെ BJP ഒന്നും ഇത് ശ്രദ്ധിച്ചില്ലേ? കേരളത്തിൽ ഏതൊരു വിഷയത്തിനുണ്ടല്ലോ, ഇപ്പോൾ ഒന്നും വേണം, വന്ദേ ഭാരതിൻ്റെ വിഷയം ഞാൻ അതിൻ്റെ പുറകെ പറയാം. ഇത്തരത്തിലൊരു കാര്യം അനൗൺസ് ചെയ്യുന്നു, ഇപ്പോൾ BJP പറയുകയാണ് ഇത് ഫേക്കാണ്, ഇത് നടക്കില്ല, ഇതിന് ഇന്ന സംഘടന ഒബ്ജക്ഷൻ വേണം. ഇവരെന്ത് പറയുന്നറിയോ? കേരളത്തിൽ മെസ്സി വരുന്നതിനെ BJP എതിർക്കുന്നു, ഇവിടുത്തെ ചെറുപ്പക്കാരെ മുഴുവൻ ഞങ്ങൾക്ക് എതിരാക്കും. ഇത് മാത്രമല്ല, ഒരാൾക്ക് പത്രസമ്മേളനം വിളിച്ചിട്ട് ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ പറ്റുമെന്ന് നമ്മളാരെങ്കിലും വിചാരിക്കുമോ? മെസ്സി വരുന്നു, കോഴിക്കോട് മുതൽ എറണാകുളം വരെ മെസ്സി തുറന്ന വണ്ടിയിൽ പോയിരുന്നു, മെസ്സിയുടെ പുറകെയുള്ള വാഹനങ്ങളുടെ എണ്ണം വരെ പറഞ്ഞു. ഒരു സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യുന്നു, മറ്റേ സൈഡിൽ ആളുകൾ നിൽക്കുന്നു. കോഴിക്കോട് മുതൽ എറണാകുളം വരെ ഓപ്പൺ ബസ്സിൽ വരുന്ന മെസ്സി അതിനുശേഷം ഫുട്ബോൾ കളിക്കുന്നു. ഇതൊക്കെ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ വിവരക്കേടുകൾ വേറെയും അല്ല. നെഹ്റു സ്റ്റേഡിയത്തിൽ അവിടുത്തെ മരം മുഴുവൻ വെട്ടി അത് നശിപ്പിച്ചു. ഇതൊക്കെ ആര് ചോദിച്ചിട്ട്? അതായത് ഈ റിപ്പോർട്ടർ ചാനലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള, ഞാൻ മുമ്പേ പറഞ്ഞു കള്ളപ്പണത്തിൻ്റെ കാര്യം, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ആത്മബന്ധം ഒത്തിരി വലുതാണ്. എന്തുമാകാമെന്നുള്ള അവസ്ഥയായിരുന്നു റിപ്പോർട്ടർ ചാനലിൽ. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനലിനെ ഇത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ കൈവിട്ട സഹായം എന്തിനു വേണ്ടിയായിരുന്നു? ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും അന്വേഷണത്തിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, വന്ദേ മാതരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതും കത്തി നിൽക്കുകയാണ്. എങ്ങനെയാണ് BJP എങ്ങനെയാണ് കോൺഗ്രസ് ആസ്ഥാനത്തുണ്ടായ കാര്യമൊക്കെ ട്രോളാണിപ്പോൾ? ഈ വന്ദേ മാതരത്തിൻ്റെ വിഷയത്തിൽ കേരളത്തിൽ മറ്റൊരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കർണാടകയിലും തെലങ്കാനയിലും എന്തിന് ഒമർ അബ്ദുള്ള ഭരിക്കുന്ന കാശ്മീരിലും ഇന്ത്യയുടെ പതാക ഉയർത്താനോ ദേശീയഗാനം പാടാനോ പോലും കഴിയാതിരുന്ന കാശ്മീരിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചു. എന്നിട്ടും കേരളത്തിൽ അത് ആലപിക്കാൻ തയ്യാറായില്ല VD സതീശൻ. എന്തുകൊണ്ട്? അതാണ് ഇവിടെ നമ്മുടെ ചോദ്യം. ഇന്നലെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും
മുഹമ്മദ് അലി ജിന്നയുടെ കോലം കത്തിച്ചു. അപ്പം ഞങ്ങൾ പലരും ചോദിച്ചു എന്തുകൊണ്ട് മുഹമ്മദ് അലി ജിന്നയും വന്ദേമാതരമായിട്ട് എന്താ പറയുക? മുഹമ്മദ് അലി ജിന്നയും വന്ദേമാതരമായി ബന്ധമുണ്ട്. ആ ബന്ധവും കേരളത്തിലെ സർക്കാർ, ഇന്ന് ഭരിക്കുന്ന കേരളത്തിലെ സർക്കാരുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് അലി ജിന്നയുടെ കോലം കത്തിക്കാൻ യുവമോർച്ച തീരുമാനമെടുത്തത്. എന്തുകൊണ്ടാണ്? 1905 മുസ്ലിം ലീഗ് ഇന്ത്യയിൽ രൂപപ്പെടുന്നത്. 1986 രൂപപ്പെട്ട വന്ദേമാതരം, അന്ന് മുതൽ രവീന്ദ്രനാഥ് ടാഗോറാണ് വന്ദേമാതരം ആദ്യമായി ചൊല്ലുന്നത്. അതിനുശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഗീതമായി വന്ദേമാതരം മാറി. 1905 മുതൽ മുസ്ലിം ലീഗ് രൂപപ്പെട്ട 1937 മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായി വരുന്ന കാലഘട്ടം വരെ വന്ദേമാതരത്തെ ദേശീയ ഗാനമായി അല്ലെങ്കിൽ ദേശഭക്തി ഗാനമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പ്രതീകമായി ഈ ഗാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ നാനാജാതി മതസ്ഥരും, അത് ക്രൈസ്തവരെന്നോ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ പാടിയിരുന്ന് 1937 മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൻ്റെ നാഷണൽ കോൺഫറൻസിൽ വെച്ചാണ് ഇത് മുറിച്ചു മാറ്റണം എന്ന് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് അംഗീകരിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 1937 ആ ആവശ്യം ഉന്നയിച്ച ജിന്ന 47 ഇന്ത്യയെ വിഭജിച്ചുകൊണ്ട് പോയി. ഇന്ന് അതേ ആവശ്യമാണ് ജിന്നയുടെ പാർട്ടി, മുഹമ്മദ് അലി ജിന്ന സ്ഥാപിച്ച മുസ്ലിം ലീഗാണല്ലോ, അദ്ദേഹം അങ്ങ് പോയെന്നുള്ളൂ, മുസ്ലിം ലീഗോടുണ്ട്. ആ പാർട്ടി ഇന്ന് അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കൊണ്ട് വന്ദേമാതരം പാടിക്കാതിരിക്കുന്നു. അടുത്ത 10 വർഷം എഴുതി വെച്ചോ, അടുത്ത 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ എന്തു സംഭവിക്കുമെന്ന് ജാഗ്രതയോടുകൂടി നോക്കിക്കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം അതീവ ഗൗരവമായി കേരളത്തിലെ ആൻറ്റി നാഷണൽ എലമെൻസുകളുടെ വളർച്ച, ആൻറ്റി സോഷ്യൽ എലമെൻസുകളുടെ വളർച്ച, നർക്കോട്ടിക്സ് ഉൾപ്പെടെയുള്ള വലിയ സിസ്റ്റം കേരളത്തിലെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ തൂഫാൻ ഇങ്ങനെ കുറേ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ എല്ലാ ദിവസവും അറസ്റ്റ് ചെയ്യപ്പെടുന്ന യുവാക്കൾ, ആ യുവാക്കളെയൊക്കെ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിക്കണം. എങ്ങനെ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? വലിയ രീതിയിൽ കേരളത്തിന് വേണ്ടി ഒരു പ്രത്യേക അജണ്ട, ഒരു വിഘടനവാദമാണ് വന്ദേമാതരം എതിർത്തത് വഴി കേരളത്തിൽ മുസ്ലിം ലീഗ് വി.ഡി. സതീശനിലൂടെ, അത് പിന്നെ വി.ഡി. സതീശൻ്റെ കാര്യം പോകണ്ട, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ച നിലമ്പൂർ ഇലക്ഷനും കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനും ഈ നിയമസഭാ ഇലക്ഷനും ജമാഅത്തെ ഇസ്ലാമിക്ക് വർഗീയ അജണ്ടയില്ലെന്നും മതരാഷ്ട്രവാദം ഇല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ വന്ന് പറഞ്ഞു മതരാഷ്ട്രവാദമുണ്ട്, മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് തന്നെ മുസ്ലിം രാഷ്ട്രത്തിൽ മാത്രമേ ഞങ്ങൾക്ക് നീതി ലഭിക്കൂ. ഇവിടെ ഒരു കാര്യം എടുത്ത് BJP പറയുന്നു, ഞങ്ങൾ മുസ്ലിമിനെതിരല്ല. ഈ രാജ്യം സ്നേഹിക്കുന്ന നാഷണലിസ്റ്റുകളായ മുഴുവൻ മുസ്ലിങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇത്തരം റാഡിക്കൽ എലമെൻസിനെ എതിർക്കുക തന്നെ ചെയ്യും. മുഹമ്മദ് അലി ജിന്നയുടെ പിന്മുറക്കാരെ, ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ കച്ചകെട്ടി നിൽക്കുന്ന മുഹമ്മദ് അലി ജിന്നയുടെ പിന്മുറക്കാരെ BJP എതിർക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ തൂഫാൻ്റെ കാര്യം പറഞ്ഞല്ലോ, തൂഫാൻ അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അതൊരു ബോധവൽക്കരണം കൂടിയല്ലേ? നാൾ നടക്കാതിരുന്ന 10 വർഷക്കാലത്തെ നമ്മുടെ നാട്ടിലെ മയക്കുമരുന്ന് ലോബിയും അതുമായി ബന്ധപ്പെട്ട് യുവാക്കൾക്കിടയിലുണ്ടായ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അതിൽ ചെറിയ മാറ്റമെങ്കിലും വന്നെങ്കിൽ വരട്ടെ, നല്ലതല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു കള്ളനെ ഫോൺ വിളിച്ച് പറയാണ്, നീ അവിടുന്ന് മാറിക്കോ, നിന്നെ ഞാൻ പിടിക്കാൻ വരിക. അപ്പോൾ മെയ് മാസത്തിൽ അനൗൺസ് ചെയ്യുന്നു, ജൂൺ ജൂലൈ മാസത്തിൽ നമ്മളിവിടെ തൂഫാൻ പ്രചരണം ആരംഭിക്കുന്നു. പ്രചരണമാണ് നടത്തേണ്ടത്, പക്ഷേ 1-ാം തീയതി മുതൽ തൂഫാൻ ശക്തമായ നടപടി ആരംഭിക്കുന്നു പറഞ്ഞ് ഏതെങ്കിലും കഞ്ചാവിനെ കിട്ടുമോ? ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് ഇത്ര വലിയ പ്രചരണം കുട്ടികളിലേക്ക് സ്കൂളുകളിൽ, കോളേജുകളിൽ, പൊതുസമൂഹത്തിൽ, അത് ഗവൺമെൻറ് നേതൃത്വത്തിൽ ഈ മയക്കുമരുന്നിൽ നടത്തേണ്ട പ്രചാരണമാണ് അനൗൺസ് ചെയ്യേണ്ടത്. അല്ലാതെ കള്ളനെ പിടിക്കാൻ വരിക, ഞങ്ങൾ നാളെ കഴിഞ്ഞ് മുതൽ തൂഫാൻ്റെ റെയ്ഡ് ആരംഭിക്കുമെന്ന് പറഞ്ഞത് എവിടെ കിട്ടാനാ? എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ അന്വേഷണത്തിൽ ശരിയാണെന്നുള്ളത്, ഇതുവരെ ഇത്രയും വലിയ റെയ്ഡ് നടന്നിട്ട് കുറേ കഞ്ചാവ് പിടിച്ചിട്ടുണ്ട്. MDMA എന്ന് പറയുന്ന സാധനം ഇതുവരെ കേരളത്തിൽ റെയ്ഡ് പിടിച്ചിട്ട് 4 കിലോയിൽ താഴെയാണ്. ഇവിടെ കിട്ടുന്നില്ല സാധനം, ഇവിടെ ഇല്ല സാധനം. അപ്പോൾ MDMA 4 കിലോയുടെ കാര്യം പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തതയില്ല. എന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് MDMA 1 കിലോ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത് വലിയൊരു തുകയിലേക്ക് പോകുന്നതല്ലേ? കേരളത്തിൽ ഇതിൻ്റെ വ്യാപനത്തിൻ്റെ റേഞ്ച് അനുസരിച്ച് നോക്കിയാൽ അതൊന്നുമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ പ്രചരണം നടത്താതെ തന്നെ റെയ്ഡിലേക്ക് പോകണമായിരുന്നു. ഇപ്പോൾ ഈ സാധനത്തിൻ്റെ അവൈലബിലിറ്റി
ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. വലിയ രീതിയിൽ ഇപ്പോൾ കഞ്ചാവിൻ്റെ വിപണനമൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഇതൊരു പതുങ്ങലാണ്, നിങ്ങൾ എഴുതി വെച്ചു. ഇത് ഇപ്പോൾ ഒരു അഗ്രസീവായിട്ട് പോലീസ് നിൽക്കുന്നു, പോലീസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു 3 മാസം 4 മാസം കഴിയുമ്പോൾ ഈ തൂഫാനങ്ങ് കാണൂല, ആഭ്യന്തരമന്ത്രിയുടെ പോസ്റ്ററും കാണൂല. പ്രചരണങ്ങൾ കുട്ടികൾക്ക് കൊടുത്ത നല്ല കാര്യം, പക്ഷേ ഈ മാഫിയകൾ അതേപടി വീണ്ടും സജീവമാവും. എഴുതി വെച്ചോ 3 മാസം കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഇരിക്കാം. അപ്പോൾ ഈ തൂഫാനുമായി ബന്ധപ്പെട്ടുള്ള ആഭ്യന്തരമന്ത്രിയുടെ പോസ്റ്റർ, അതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. എന്താണെങ്കിലും മുഖ്യമന്ത്രിയാവുന്ന പ്രതീക്ഷിച്ച ആൾ ആഭ്യന്തരമന്ത്രിയാവുമ്പോൾ കേരളം മുഴുവൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ അദ്ദേഹം വെക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചാൽ നമുക്കത് കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. ശരി, നമുക്ക് നോക്കി കാണാതെ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ വന്നാൽ, തുടക്കത്തിലെ വിഷയം ഈ പാർട്ടി അതങ്ങ് വിടാൻ പറ്റുന്നില്ലല്ലേ? അല്ല, അതങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണല്ലോ. നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളും ബിജെപിയെ തകർക്കാൻ ശ്രമിക്കുന്നവർ അജണ്ടകളുടെ പാത്രമാകരുത്. പക്ഷേ ഞങ്ങളതിൽ അത് അറിയുന്ന കാര്യങ്ങൾ ചോദിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മളതിൽ ഉറപ്പ് പറയുന്നില്ല. താങ്കൾ നേരത്തെ പറഞ്ഞു അത് വ്യാജമാണ്, അത്തരത്തിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ശരി, വൈസ് പ്രസിഡന്റ് പറഞ്ഞ കാര്യത്തെ മാനിക്കുന്നു എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ എങ്ങനെ, എന്ത് എന്ന് അറിയണമല്ലോ, അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഔദ്യോഗികമായി BJP പാർട്ടി പഴയ നിലയിൽ തന്നെയാണ്, ഒരു തട്ടിപ്പും ഉണ്ടായിട്ടില്ല എന്നാണ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് സംസ്ഥാന നേതൃത്വം. വാർത്താക്കുറിപ്പും ഇറക്കുകയുണ്ടായി, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ കഴിഞ്ഞ ദിവസം കോർ കമ്മിറ്റി ഉണ്ടായല്ലോ, അതിൽ വി മുരളീധരൻ ഈ തട്ടിപ്പിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ടിരുന്നു. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എസ് സുരേഷിനെ മാറ്റണമെന്ന ആവശ്യം വരെ ഉയർന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇനിയിപ്പോൾ അതും കേൾവിയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ചോദിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖരനും താങ്കൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ തള്ളുകയാണ് ചെയ്തത്. എന്താണ് നടക്കുന്നത്? ഒരു കാര്യം പറഞ്ഞോട്ടെ, വളരെ സത്യം. ഞാൻ ഒരു ക്രൈസ്തവ വിശ്വാസിയാണ്. ശരി, ദൈവം തമ്പുരാനാണ്. ഞാൻ ആ കോർ കമ്മിറ്റിയിൽ പങ്കെടുത്ത മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ ആ കോർ കമ്മിറ്റിയിൽ പങ്കെടുത്തവരാണ്. ദൈവം സത്യം, എൻ്റെ മക്കള് സത്യം, അതുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു ചർച്ച ആ കമ്മിറ്റിയിൽ നടന്നിട്ടില്ല. ദൈവം സത്യം. ഇത് അപ്പോൾ അവിടെ നിന്ന് ചർച്ച ചെയ്തപ്പോൾ തമാശകൾ പറയും. ഇതിപ്പോൾ എന്തൊക്കെയാണ് പുറത്തിപ്പോൾ ഫ്ലാഷ് ന്യൂസ് പോകുന്നതെന്ന് ഇടയ്ക്ക് രാജയോട് ചോദിച്ചു. പുറത്ത് ഫ്ലാഷ് ന്യൂസ് പോകുന്നത് എന്താണെന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. നമ്മുടെ കോർ കമ്മിറ്റി അങ്ങ് തുടങ്ങുമ്പോഴേ സുരേന്ദ്രനും സുരേഷും തമ്മിൽ പ്രശ്നം. കെ സുരേന്ദ്രൻജി അവിടെ അത് പറഞ്ഞു. വി മുരളീധരൻ സുരേഷിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. സുരേഷ് തിരിച്ചടിച്ചു. രാജീവ് ചന്ദ്രശേഖർ ഇന്നയാൾക്കെതിരെ പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നടക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ മാധ്യമങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഞാൻ അമൃതയെ പറയുന്നില്ല, പക്ഷേ ഈ മാധ്യമം, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, വളരെ പർപ്പസ്ഫുൾ അജണ്ട. ഞാൻ പറഞ്ഞത് ഇതിക്കുള്ളിൽ ഒരു ക്രിസ്ത്യാനിയായ ഒരു ദൈവവിശ്വാസി എനിക്ക് ഇതിക്കുള്ളിൽ എൻ്റെ ദൈവം നമ്പരാണെങ്കിൽ, എൻ്റെ മക്കളാണെങ്കിൽ, അങ്ങനെ ഒരു ചർച്ച ഞങ്ങളുടെ പാർട്ടി നടന്നിട്ടില്ല. ഈ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ കോർ കമ്മിറ്റി ചർച്ചയ്ക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്നും തർക്കങ്ങളുണ്ടോ എന്നും പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ്. ഇത് എൻ്റെ പാർട്ടിയെ തകർക്കാൻ, ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവരുടെ സ്ക്രിപ്റ്റാണിത്. ഇതിനെ ശക്തമായി എതിർക്കും. മാത്രമല്ല ഇതൊക്കെ തോന്നലാണ്. ഞാനത് പറയുന്നത് തോന്നലാണ്. ഭാരതീയ ജനതാ പാർട്ടി വളരെ സംഘടിതമായ വലിയ ഹോംവർക്കിലാണ്. ഇത് 10 മടങ്ങ് ശക്തിയോടുകൂടി ഈ ഓരോ വിഷയത്തെയും തകർത്തെറിഞ്ഞ് BJP കേരളത്തിൻ്റെ പ്രതിപക്ഷമായി മാറും. വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP എന്താ 2029 മിഷൻ 29, നിങ്ങൾ ഈ പ്രചരണങ്ങളൊക്കെ അവിടെ നടന്നോട്ടെ, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു, എല്ലാ ദുഷ്പ്രചരണങ്ങളും അവിടെ നടന്നോട്ടെ. ഞങ്ങൾ 2029 ലോക്സഭാ ഇലക്ഷനുള്ള ജോലി തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ അവിടെ കാണാം, നമുക്ക് അവിടെ വെച്ച് കാണാം എന്ന് എനിക്ക് പറയാനുള്ളൂ. ശരി, അതുകൊണ്ടായിരിക്കണം PC ജോർജിന്റെ പഴയ പ്രസംഗത്തിന്റെ പേരിൽ ആരോടും വിശദീകരണം ഇതുവരെ ചോദിച്ചിട്ടില്ല. ആ വീഡിയോ പാർട്ടിയുടെ കമ്മിറ്റി, ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റിക്ക് അകത്ത് മണ്ഡലം തലത്തിലും ബൂത്ത് തലത്തിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യും അല്ലേ? അത് വീഡിയോ എടുത്ത് പുറത്ത് പ്രചരിപ്പിച്ചത് ആരാണ് എന്ന് നിങ്ങൾ പരിശോധിക്കും. തീർച്ചയായിട്ടും ആ വീഡിയോ എങ്ങനെ പുറത്തു പോയി? പാർട്ടി കമ്മിറ്റിയിൽ പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗം, പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ മാത്രം പങ്കെടുത്ത ഒരു കമ്മിറ്റിക്ക് അകത്ത് സംസാരിച്ച കാര്യം മാധ്യമങ്ങൾക്ക് എങ്ങനെ പോയി എന്ന് പാർട്ടി ഉറപ്പായിട്ടും പരിശോധിക്കുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. താങ്കളുടെ പിതാവ് PC ജോർജ് തന്നെ ആരോപണം തള്ളിയതാണ്. ഞങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത് ഇന്നലെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അതെ, ആ സ്ഥിതിക്ക് ഈ പാർട്ടിക്കുള്ള ആഭ്യന്തര വിഷയങ്ങളെ വീണ്ടും ദുർവ്യാഖ്യാനം ചെയ്യാൻ ഒരു ശ്രമം, അത് ഏത് ഭാഗത്തു നിന്നാണെന്ന് എനിക്കറിയില്ല, പല കോണുകളിൽ നിന്നും എത്താം, അങ്ങനെയും നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഇത് വീണ്ടും വീണ്ടും വാർത്തയാവുന്നത്. അല്ലല്ല, തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ,
വ്യക്തികൾക്ക് താല്പര്യങ്ങൾ ഏത് പ്രസ്ഥാനത്തിലില്ലാത്തത്. അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP ആണെങ്കിലും ഇതെല്ലാം വ്യക്തികൾ കൂടുമ്പോഴാണല്ലോ പ്രസ്ഥാനം. വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതാകുമ്പോൾ അതിൽ അസ്വസ്ഥരായ ആളുകൾ സ്വാഭാവികമായി ഇങ്ങനത്തെ വാർത്തകൾ പലപ്പോഴും സൃഷ്ടിക്കും. അതെല്ലാ പാർട്ടിയിലും അങ്ങനെയാണ്. അതിന് നിങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെയും K മുരളീധരനെയും K സുരേന്ദ്രനെയും കൃഷ്ണദാസ്ജിയെയും ശോഭാ സുരേന്ദ്രനെയും MT രമേശിനെയും ഒന്നും വാർത്തറാക്കല്ലേ. ഇവരൊന്നും ഇതിനകത്തില്ല. ശരി, സംസാരിച്ച് നേരം പോയി, അവസാനിപ്പിക്കാൻ സമയമായി. ഈ ഫണ്ട് തട്ടിപ്പും ആരോപണങ്ങളും മുതിർന്ന നേതാക്കളുടെ വിമർശനങ്ങളും ഒക്കെ ഏതായാലും വരും ദിവസങ്ങളിൽ BJPക്കുള്ളിലും പുറത്തുമൊക്കെ ഒരു ചർച്ചയാവും, അതിന് വഴിവെക്കുമെന്ന കാര്യത്തിൽ പുറത്തുള്ള ഒരു ചർച്ച. ശരി, നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കിക്കാണാം. അതെല്ലാം വളരെയധികം നന്ദി.